പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കടയിലോട്ട് പോവാണ്. ലേറ്റായി, 10 മണിയൊക്കെ ആയി. ഇനി കടയിൽ പോയിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടെന്ന് കാണിക്കാൻ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വണ്ടിയിലേക്ക് ചാക്കു പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. വണ്ടി റോഡിലേക്ക് നേരത്തെ ഇറക്കി വെച്ച്. അപ്പം കുട്ടി വിരാശുവിനെ സ്കൂൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറി മെല്ലെ പോവാണ്. അങ്ങനെ കടയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ അന്തേട്ടനെ ആജി റോഡ് വെച്ചിട്ട് കണ്ടത്. അന്തേട്ടൻ എപ്പോഴും ആജി റോഡ് എത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ വരുന്നതാണ്. വീട് വിളക്കോടാണ്, പക്ഷേ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് വന്നു കഴിഞ്ഞാൽ ആജി റോഡിൽ നിന്ന് ഒരു ചായ കുടിക്കണമെന്നാണ് പറയുന്നത്. എന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും കൈ നീട്ടിയിട്ട് വർത്താനം പറഞ്ഞിട്ടേ പോകും. ഞാനും അങ്ങനെ തന്നെ. അന്തേട്ടനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തും. ഞാൻ അന്തേട്ടനെ കുഞ്ഞുമാട്ടോ എന്നാണ് വിളിക്കുന്നത്. പണ്ടേ അങ്ങനെ വിളിക്കാം. അന്തേട്ടൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒരിക്കലാണ്. പണ്ടേ അന്തേട്ടൻ്റെ ജോലി അത് തന്നെയാണ്. എല്ലാ വീടുകളിലും പോയിട്ട് തേങ്ങ ഒരിക്കലാണ് ജോലി. അപ്പോൾ ഈ ഒരു പ്രായത്തിലും ജോലി ചെയ്യാനുള്ള മനസ്സാണ് അന്തേട്ടൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി. നടന്നിട്ട് പോയിട്ടാണ് എല്ലാ ജോലിയും ചെയ്യാം പണി. അപ്പോൾ കുഞ്ഞുമാട്ടോ ഒക്കെ ഒരു ചാറ്റ പറഞ്ഞേ. എന്നാ ശരി കേട്ടോ, കാണാം. എന്നാ ശരി, എന്നാ ശരി ശരി. മെല്ലെ പോ. ആയിക്കോട്ടെ. മെല്ലെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞമ്പോട്ടിൻ്റെ വിശേഷം. കുഞ്ഞമ്പോട്ട് നമ്മളെ കാണുമ്പോൾ എപ്പോഴും പറയും, വണ്ടി കൊണ്ട് പോകുമ്പോൾ പറയും മെല്ലെ പോകണം എന്നൊക്കെ എപ്പം പറയും. ടാറ്റ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പം നമ്മളെ തടങ്ങിയാണിത്. അപ്പം നമ്മളങ്ങനെ ഷമീറിൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. ഷമീറിൻ്റെ കടയിലെത്തിയപ്പോൾ നമ്മളെ തെച്ചിക്കാനെടുക്കാണ്. തെച്ചിക്കുന്നുണ്ട് നല്ല തന്നെയാ. എങ്ങോട്ട് പോകുന്നത്? ഓ, ഓളെ വണ്ടിയായിട്ട് വിടാൻ വന്നാ. തെച്ചിക്കാൻ വീടിയല്ല. അപ്പം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ ഷമീർ കുട്ടീൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. അടിക്കലൊന്ന് കാണട്ടോ. ഷമീർ എന്നിട്ട് നല്ല അതല്ല. അപ്പൊ ഷമീർ ചായ അടിച്ചു തന്നാല് നല്ല പതയുള്ള ചായ അതാ ഷമീർ. നരയും പതയുള്ള ചായ അല്ല, നാടൻ പാലാ? ഓ അതല്ല, നാടൻ പാലിന് യൂസ് ചെയ്യുന്നല്ല അതല്ല. അത് സത്യം. ഇതാണ് ചായ കാണുന്നില്ലേ? ജെയിംസ് ചേട്ടൻ എന്നാ ഉണ്ട്? സുഖായിരിക്കുന്ന? ഓ, നമ്മളൊരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. ഓ, സ്ഥിരം കസ്റ്റമറാണോ? അതെല്ലേ. ഷമീറിന്റെ ചായനെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല നാടൻ പാലിലാണല്ലോ ചെയ്യുന്നത്. അതാണ്. അപ്പൊ ഇന്ന് പത്തിരി വാങ്ങാനാണ് ഇവിടെ വരുന്നത്. എനിക്കിന്ന് സമൂസ മതി. എപ്പം പത്തിരിയാണ് കഴിക്കുന്നത്. അപ്പൊ ഇന്ന് സമൂസ. പത്തിരി അടിപൊളിയാടാ, നല്ല ടേസ്റ്റാ. പിന്നെ സൂപ്പർ. കറിയില്ലെങ്കിൽ ചായന്റെ കൂടെ കഴിക്കാനും അടിപൊളിയാ. അപ്പൊ എനിക്ക് 2 സമൂസ കേട്ടോ. എന്താണ് രാവിലെ ഒരു 8 മണി വന്നിട്ട് രാത്രി 8 മണി വരെ അല്ലേ? അപ്പം ബഷീർക്കൊക്കെയുള്ള കൊലയെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബഷീർ ഖാൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് കയറട്ടെ. അലീക്ക വാ. അതല്ല, അലീക്ക കുറച്ച് തിരക്കിലാണല്ലേ? 24 കൊല്ലം. അതല്ലേ? അതെ, സത്യം. ഓട്ടോ ഓടി നമ്മളെ മാപ്പിളയിൽ എത്ര കാലമായി ഇപ്പോൾ ഓട്ടോ ഓടുന്നത്. ഇപ്പം അല്ലേ പോയിനി പുറത്തല്ലോ. സത്യം. സുഖം തന്നെ. അന്തരിക്കാരെടുക്കാം. വേറെന്താ അശോട്ടെ? നമ്മളെ കാർന്നോർ ഇവിടെ ഉണ്ടല്ലോ. അശോട്ടെ വേറെന്താ പറയാണ്ട്? എങ്ങനെ ബിസിനസ് എല്ലാം? അടിപൊളിയായിട്ട് പോകുന്നത്. അതല്ലേ? 2 പ്രാവശ്യം 5 ലക്ഷം അടിച്ചു പോയി. ഇങ്ങനെ തുറന്നു പറയാനുള്ള മനസ്സാ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ. അടുത്ത വലിയൊരു പ്രൈസ് കൊടുക്കാം. അടുത്ത ലോട്ടറി എടുക്കാനുള്ള പ്രചോദനം ഇന്നത്തെ ഭാഗ്യം ആർക്കാന്ന് പറയാൻ പറ്റും. അനക്കാവുക വൈകുന്നേരം അറിയാൻ പറ്റും. അതല്ല നല്ല തന്നെ. പീടിയന്റെ അടുത്ത് ഇങ്ങനെ ഇടക്ക് വരുമല്ലേ? അത്യാവശ്യം വരും. നേരം അങ്ങനെ നടന്നിട്ട് വരുമോ? വണ്ടിയിലാ നടന്നിട്ട്? ഇപ്പൊ ഇവിടെയുള്ള റസീത്താന്റെ അടുത്തുള്ള മേലയില് അതല്ലേ? അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വന്നിവിടെ ഇരിക്കും. ഒരു നമ്മളെ ഇക്കയാണ്. ഇതാ നല്ല സ്കൈ ഐസ്ക്രീം CMന്റെ വണ്ടിയിലാന്ന് ഇവര്. അപ്പൊ സ്ഥിരമായിട്ട് ഐസ്ക്രീം ഇറക്കുന്നതാണ്. അപ്പൊ എന്തുണ്ട്? കുറച്ചായി തോന്നല്ലേ CMല്? 4 വർഷമല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ സ്വന്തം അലീക്ക. ഞാനും അലീക്ക ഐറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിഷയം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് അലീക്ക കുഞ്ഞ് എന്നിട്ടുണ്ട്. ഇപ്പം ശരിയായ അലീക്ക ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ
കടയിലേക്ക് കയറുമ്പോൾ തന്നെ അനീക്കാൻ്റെ ഒരു ചിരിയുണ്ട്. ആ ഒരു ഇന്നത്തെ ദിവസം ശരിയാണ്, ആ ഒരു ചിരി മതിയെന്നാണ്. അപ്പോൾ വേറെ എന്താ ഉണ്ട്, തിരക്കിട്ട പണിയാണ്. രാവിലെ തന്നെ തക്കാളി തൂക്കലും കാര്യമൊക്കെയാണ്. അപ്പം നമ്മളിവിടെ നിന്നാണ് സ്ഥിരമായിട്ട് പൊതിനയും സാധനങ്ങളും വാങ്ങുന്നത്. ബഷീർക്ക് എത്തിയിട്ടില്ല, നമ്മളെ ബഷീർഖാൻ്റെ കടയാണ്. അപ്പോൾ ബഷീർഖാൻ ഒരു ദിവസം ഞാൻ കാണിക്കാം. നമ്മൾ ഡീസൽ വാങ്ങാണ്. ഇനി ഡീസൽ വാങ്ങിയിട്ട് വേണം വേഗം കടയിലെത്തിയിട്ട് കട തുറക്കാൻ. ലേറ്റായി. അപ്പം ചേച്ചിക്കുട്ടി ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഡീസലൊക്കെ വാങ്ങി കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കുട്ടി അകത്തുണ്ട്. ചേച്ചിക്കുട്ടിനെ കുറച്ച് ദിവസമായില്ല നമ്മൾ കാണിക്കാത്ത. അപ്പോൾ ഇന്ന് നമ്മൾ ചേച്ചിക്കുട്ടിനെ അങ്ങ് കാണിച്ചേക്കാന്ന് വെച്ച്. ഇതെല്ലാം അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ നമുക്കിനി ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടെല്ലാം വീഡിയോ എടുക്കാമല്ലോ അല്ലേ? എനിക്ക് കൈമ പിടിക്കണ്ടല്ലോ. ചേച്ചിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങിയാൽ നമ്മൾ സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചത്. ഇതിപ്പോൾ മിഞ്ഞാന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് ഇതിനകത്തേക്ക് അന്ന് വീഡിയോ എടുത്തേക്കാന്ന്. വേറെ എന്നാ രാവിലെ ചായ പിടിച്ചിട്ടാണ് ചായ നയിച്ചേ ഉപ്മാവൊക്കെ. ചേച്ചിക്കുട്ടി ഉപ്മാവ് രാവിലെ എല്ലാം തട്ടിയിട്ടാണ് വന്നത്. ഞാൻ ചടപട ഓടി വന്ന് പിന്നെ ചായയെല്ലാം എനക്കും കൂടി ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അങ്ങനെ എന്നാക്കുന്നതെല്ലാം എനിക്കും കൊണ്ടുതരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓടി എത്തുമ്പം വീട്ടിൽ നിന്ന് തിന്നിട്ടില്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രതീക്ഷ ചേച്ചി ചായയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാറായി. ഇപ്പോൾ ഏകദേശം 4-5 മണിൻ്റെ അടുത്തായി. മക്കൾസൊക്കെ വീട്ടിലെത്തിയിട്ട് വിളിച്ച് അപ്പം ഞാൻ കടയൊക്കെ അടിച്ച് പോകാറായി. അപ്പം നമ്മൾ കടയെല്ലാം അടിച്ച് മിഷനൊക്കെ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രയിലുള്ള നമ്മുടെ കടയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.